ആയാലും എഴുതിയിട്ട് തന്നെ പഠിക്കുക, എന്നാലേ അത് മൈൻഡിലേക്ക് പോകുള്ളൂ. അടുത്ത അക്ഷരം ഞങ്ങൾ പഠിച്ചത് സാ. ഓക്കെ, ഇങ്ങനെ ഒരു ചിഹ്നം ഇതിട്ടിട്ട് അതിന് 3 ഡോട്ട് ഇട്ടാലാണ് സാ. സ. പല്ലും നാവും തറ്റത്ത് വന്നിട്ട് പക്ഷെ ടച്ച് ചെയ്യുന്നില്ല, എയർ പുറത്ത് വിടുക. സ. സ. പല്ലും നാവും ടച്ച് ചെയ്യാതെ സ. അതിൻ്റെ അറ്റത്ത് വന്നിട്ട് പല്ലിൻ്റെ മേൽപ്പല്ലിൻ്റെ അവിടെ നാവ് വന്നാൽ കടിച്ച് പിടിക്കാതെ ഇങ്ങനെ പുറത്തേക്ക് കാറ്റ് വിടുക. അപ്പോൾ സ നാവ് സ. അങ്ങനെ ഉറച്ച് പറയരുത്. ഉറച്ച് പറഞ്ഞാൽ സീന്, എസ് എന്നുള്ള ഉച്ചാരം അതല്ല. ഇത് സ. സ എന്നുള്ള മലയാള അക്ഷരം ഇല്ലാത്തതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഇത് സ. ഇനി അതിൻ്റെ വേർഡ്സ് എഴുതാം നമുക്ക്. സൗബുൻ. സ ഓ സൗ. വാവ് മുകളിൽ വാവ് 0 ഇട്ടിട്ട് വരുമ്പോൾ സുക്കൂൻ ഇട്ടിട്ട് വരുമ്പം പറയുന്ന സൗ. സൗ. സൗ ബുൻ. സൗ. ഇതാ സ ഓ സൗ ബുൻ. സൗ ബുൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? സ ഓ സൗ. സൗ എന്ന് വായിക്കും. വാവ് സുക്കൂനിട്ട് വരുമ്പോൾ സൗ ബുൻ. സൗ ബുൻ. അറിയാത്ത അക്ഷരമാണെങ്കിൽ കുറച്ച് കൂടുതൽ തവണ എഴുതുക. 4 തവണ എഴുതിയാൽ പോരാ, 10 തവണ എന്തായാലും എഴുതണം, എന്നാലേ നമുക്ക് മൈൻഡിൽ സെറ്റാവും. രണ്ടാമത്തത് സി എന്നുള്ളെടുക്കാം. സിയാ ബുൻ. സി യാ. നമ്മൾ യാ പഠിച്ചത് ഇങ്ങനെയായിരുന്നു, യാ പഠിച്ചത്. ഓക്കെ, നമ്മൾ കൂട്ടി എഴുതുമ്പോൾ അതിൻ്റെ ഈ കൊക്ക പോലുള്ള ആ ഭാഗം ഇല്ലാതെ ഇതിനെ ഇങ്ങനെയാക്കിയിട്ട് താഴത്ത് 2 ഡോട്ട്, താഴത്ത് 2 ഡോട്ടുള്ള വേറൊരു അക്ഷരം ഇല്ല. അതുകൊണ്ട് ഇത് സിയാ ബുൻ എന്നാണ് വായിക്കുന്നത്. സി യാ ബുൻ. യാൻ്റെ കൂടെ അലിഫിട്ടാൽ യാന്ന് വായിക്കും. സിയാ ബുൻ. അതും കൂടി നമുക്കൊന്ന് ഇതിൽ ഉൾപ്പെടുത്താം. സി യാ ബുൻ. സി യാ ബുൻ. മൂന്നാമത്തെ അക്ഷരം സോമുൻ. സോ മുൻ. സോമുൻ. സോ മുൻ. സോമുൻ. ഞാൻ പറഞ്ഞല്ലോ വാവിൻ്റെ കൂടെ കൂട്ടി എഴുതാൻ പറ്റില്ല. ഓക്കെ, സോമുൻ. ഈ വീഡിയോയുടെ അതിൻ്റെ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ സാ സി സോ കാ കി കോ കെറ് കെ അതുപോലെ ഒന്ന് എഴുതി പഠിക്കാം. സോ മുൻ. Okay, thank you for watching.